നമസ്കാരം, ഞാൻ രശ്മി. തനിമ സ്പെഷ്യൽ ന്യൂസ്. പൂവച്ചൽ ഗവൺമെന്റ് UP സ്കൂളിന് പുതിയ ബഹുനില മന്ദിരം. കിഫ്ബി കില ഫണ്ടിൽ നിന്നും 1,30,00,000 രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ബഹുനില മന്ദിരത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം അരുവിക്കര MLA സ്റ്റീഫൻ നിർവഹിച്ചു. പൂവച്ചൽ പഞ്ചായത്ത് പ്രസിഡന്റ് T. സനൽകുമാർ അധ്യക്ഷനായിരുന്നു. PTA പ്രസിഡന്റ് J. ഹാഷിം സ്വാഗതം അർപ്പിച്ചു. കേരളം പുതിയ ഉയരങ്ങൾ കീഴടക്കുന്ന കാലഘട്ടമാണിത്. ജനകീയ പങ്കാളിത്തത്തോടെ കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ രംഗത്ത് നടത്തുന്ന പ്രവർത്തനങ്ങൾ ദേശീയ അന്തർദേശീയ തലത്തിൽ അഭിമാനാർഹമായ ശ്രദ്ധ നേടി. ഇന്ന് ഏറ്റവും സൗകര്യമുള്ള വിദ്യാലയങ്ങൾ സർക്കാർ സ്കൂളുകളാണെന്ന് പറയാൻ ആരും മടിക്കില്ല. പഠന നിലവാരമുയർത്താനും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും ലക്ഷ്യമിട്ടുള്ള നിരവധി പരിപാടികളും നയങ്ങളുമാണ് സർക്കാർ നടത്തിവരുന്നത്. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് വി. രാധിക ടീച്ചർ, ഉഷ വിൽസന്റ്, ഒ. ശ്രീകുമാരി, സൗമ്യ ജോസ് എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും സാന്നിധ്യം ഉണ്ടായിരുന്നു. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ആശയങ്ങളാണ്. ഈ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പശ്ചാത്തല ഭൗതിക സാഹചര്യങ്ങൾ പോലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസ ലഭിക്കുന്ന കാരണങ്ങൾ പറഞ്ഞു നമ്മുടെ സ്കൂളുകൾ ഉപേക്ഷിച്ചുപോയത്. 2014 പിണറായി ഗവൺമെന്റ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണം നടത്താൻ തീരുമാനിച്ചു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണം നടത്താൻ തീരുമാനത്തിന്റെ ഫലമായി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം സർക്കാർ ഫോക്കസ് ചെയ്തത് ഭൗതിക പശ്ചാത്തല സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നതാണ്. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരമ്പരാഗതമായി കഴിയുന്ന 2 മേഖലകളാണ്. ഒന്ന് പാഠ്യരംഗം, 2 ഭാഗ്യരംഗം. കലയും സാഹിത്യവും അതേപോലെ തന്നെ സ്പോർട്സ് എല്ലാം ചെയ്യുന്ന പാഠ്യരംഗം. ഈ 2 മേഖലകളാണ് വിദ്യാഭ്യാസ രംഗത്തിന്റെ ഏറ്റവും. എന്നാൽ 21ാം നൂറ്റാണ്ടിലെ വിദ്യാഭ്യാസത്തിന്റെ പ്രത്യേകത മൂന്നാമതൊരു മേഖല കൂടെ വിദ്യാഭ്യാസത്തിന്റെ അനിവാര്യ ഘടകമാണ്. അത് 21ാം നൂറ്റാണ്ടിന്റെ പ്രത്യേകത. ആ അനിവാര്യമായ ഘടകമാണ് ഭൗതിക പശ്ചാത്തല സൗകര്യങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മെച്ചപ്പെടുത്തുക എന്നുള്ളത്. മികച്ച ഉപകരണങ്ങൾ, സ്മാർട്ട് ക്ലാസ് റൂമുകൾ, അതേപോലെ തന്നെ മികച്ച ടീച്ചറുകൾ, മികച്ച ലൈബ്രറികൾ, മികച്ച ടോയ്ലറ്റുകൾ, ശുദ്ധമായുള്ള ജലസംഭരണികൾ, ചുറ്റുമതിൽ, ഗാർഡനിങ്, അങ്ങനെ ധാരാളം നമ്മുടെ ഭൗതിക പശ്ചാത്തല സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്ന കാര്യങ്ങൾ ഇന്നത്തെ